ഹരി ഓം. മാർക്കണ്ഡേയ മുനി മായാദർശനത്താൽ പ്രളയാർണവത്തിൽ കണ്ട ആലിലക്കണ്ണനെ നമുക്കും കണ്ടു നോക്കാം. പ്രാഗുത്തരസ്യാം ശാഖായാം തസ്യാഭിദൃശേ ശിശും ശയാനം പർണപുടഗേ ഗ്രസന്തം പ്രഭയാ തമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 97 ഉത്തമ ഭക്തിപ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയും. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. ത്രൈഗുണ്യാദ്ഭിന്നരൂപം ഭവതി കി ഭുവനേ ഹീനമധ്യോത്തമം യദ് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരഭി സുഖം കർമ്മ ചാകാരഭേദാഃ ത്വക്ഷേത്രത്വനിഷേവാദിദു യദിഹ പുനഃ ത്വത്പരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മങ്ക്ഷുസിദ്ധോ ഭവേയം. ത്രൈഗുണ്യാത് ത്രിഗുണങ്ങളാൽ, സത്വ രജോ തമോ ഗുണങ്ങളാൽ ഭിന്നരൂപം ഭവതി ഹി വേറെ വേറെ ഉള്ള രൂപങ്ങൾ ഭവിക്കുന്നുവല്ലോ. ഭുവനെ ലോകത്തിൽ ഹീന മധ്യ ഉത്തമം യത് ഹീനം മധ്യമം ഉത്തമം എന്നിങ്ങനെ ജ്ഞാനം ശ്രദ്ധാ ച കർത്താ ജ്ഞാനവും ശ്രദ്ധയും കർത്താവും വസതി ഭവനം അഭിസുഖം കർമ്മ ച ആഹാരഭേദ സുഖവും കർമ്മവും ആഹാരഭേദങ്ങളും ത്വക്ഷേത്ര ത്വനിഷേവാദിതു അങ്ങയുടെ ക്ഷേത്രം അങ്ങയെ സേവിക്കുക എന്നിവയെല്ലാം ആകട്ടെ യത് ഇഹ പുനർ ഇവിടെ വീണ്ടും യാതൊന്ന് തത്പര തത്തു സർവം അങ്ങയെ സംബന്ധിക്കുന്നതെല്ലാം പ്രാഹുർ പറയപ്പെടുന്നു. നൈർഗുണ്യനിഷ്ഠം നിർഗുണാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് തത് അനുഭജനതോ അവയെ അനുഭജനം ചെയ്ത് തുടർന്ന് സേവിച്ചുകൊണ്ട് മക്ഷു ക്ഷണത്താൽ സിദ്ധോ ഭവേയം ഞാൻ സിദ്ധനായി തീർന്നു കൊള്ളാം. ശ്ലോകാർത്ഥം. ഈ ഭുവനത്തിലുള്ളതെല്ലാം ത്രിതരമായ ഗുണങ്ങളാൽ ഭിന്നരൂപം ഉള്ളവയും ഹീനം മധ്യമം ഉത്തമം എന്നീ ഭേദങ്ങളുള്ളവയുമാണല്ലോ. ജ്ഞാനം ശ്രദ്ധ കർത്താവ് വസതി സുഖം കർമ്മം ആഹാരഭേദങ്ങൾ എന്നിവയും ത്രിഗുണാത്മകമായി വിഭിന്നമാണ്. അങ്ങയുടെ ക്ഷേത്രങ്ങൾ ഭഗവത് സേവനം അങ്ങയെ ബാധിക്കുന്നതായി എന്തെല്ലാമുണ്ടോ അതെല്ലാം ത്രിഗുണ ബ്രഹ്മാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്നു. ആ നിർഗുണ ബ്രഹ്മത്തെ ഭജിച്ചുകൊണ്ട് ക്ഷണത്തിൽ ഞാൻ സിദ്ധനായി തീർന്നുകൊള്ളാം. പ്രകൃതിയെയും പുരുഷനെയും നന്നായി അറിഞ്ഞവർ പോലും സത്വാദി ഗുണത്രയങ്ങളാൽ ഉണ്ടാകുന്ന സുഖ ദുഃഖഭ്രമത്തിൽ നിന്ന് മുക്തരാകുന്നില്ല. മനോനിഗ്രഹം, വിഷയസുഖങ്ങളിൽ വൈരാഗ്യം, ധർമ്മനിഷ്ഠ, സന്തോഷ സന്താപങ്ങളെ ഒരുപോലെ സഹിക്കൽ, അന്യരിൽ ബഹുമാനം, ദാനകർമ്മങ്ങളിൽ താൽപര്യം, ആത്മസന്തോഷം ഇവ സത്വഗുണത്തിൽ നിന്ന് ലഭിക്കുന്നു. കാമാസക്തി, മതം, അതൃപ്തി, ഗർവം, അസഹിഷ്ണുത, സ്തുതി താൽപര്യം, അപരനെ പരിഹസിക്കൽ, വൈഭവശക്തി പ്രകടനം ഇവയൊക്കെ രജോ ഗുണ വൃത്തികളാണ്. ക്രോധം, ലോഭം, അസത്യം, ഹിംസ, ദമ്പം, ക്ലമം, കലഹം, ദൈന്യം, അശ, നിദ്ര, ഭ്രമം, ആലസ്യം ഇവ തമോ ഗുണങ്ങളുടെ ലക്ഷണങ്ങളാകുന്നു. സത്വഗുണാധിക്യത്താൽ ഞാൻ ജ്ഞാനി, രജത്തിന്റെ ആധിക്യത്താൽ ഞാൻ പ്രബലൻ, തമോ ഗുണത്താൽ ഞാൻ ഹീനൻ എന്നിങ്ങനെ ഭാവങ്ങളുണ്ടാകാം. എന്നെ ഏതുവിധം പ്രാർത്ഥിക്കുന്നുവോ അവർ ആ വിധം ഗുണാധിക്യത്താൽ അധികരിച്ചവരായി തീരുന്നു. ദ്വൈതത്തിൽ നിന്നാണ് ഭക്തിയുടെ ഉത്ഭവമെങ്കിലും അദ്വൈത ചിന്തയാൽ ജ്ഞാനഭക്തികൾ ഒന്നു തന്നെയായി തീരുന്നു. ഗുണങ്ങളുടെ പ്രഭാവ വിശേഷങ്ങളാലാണ് ജീവികൾക്ക് വ്യക്തിവിശേഷങ്ങൾ ഉണ്ടാക്കുന്നത്. സത്വഗുണാധിക്യത്താൽ ജാഗ്രതാവസ്ഥയും രജോ ഗുണാധിക്യത്താൽ
സ്വപ്നാവസ്ഥയും തമോ ഗുണാധിക്യത്താൽ സുഷുപ്തി അവസ്ഥയും ഉണ്ടാകുന്നു. ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്രഹ്മപ്രാപ്താവസ്ഥയായ തുര്യാവസ്ഥ. സത്വഗുണാഭിവൃദ്ധിക്കാലത്ത് ഒരാൾ മരിച്ചാൽ സ്വർഗപ്രാപ്തിയും, രജോ ഗുണാഭിവൃദ്ധിക്കാലത്ത് മരിച്ചാൽ ഭൂമിയിൽ വീണ്ടും ജനനവും, തമോ ഗുണ ആധിക്യകാലത്ത് മരിച്ചാൽ നരകപ്രാപ്തിയും ഭവിക്കുന്നു. അതുകൊണ്ട് ഗുണത്രയങ്ങളെ ജയിക്കുക, ഒന്നിലും സംഘം കൂടാതെ ഭഗവാനെ തന്നെ ഭജിച്ച് സത്വഗുണപ്രധാനിയായി തീരുക. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ശ്രദ്ധ, കർത്തൃത്വജ്ഞാനം, ആവാസഭേദം, സുഖഭേദജ്ഞാനം, കർമ്മജ്ഞാനം, ആഹാരഭേദജ്ഞാനം, ഇതിലെല്ലാം ഈ ത്രിഗുണഭാവം ആത്മഭേദങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ നിർഗുണമായ പരബ്രഹ്മത്തിൽ തന്നെ എപ്പോഴും ദത്തശ്രദ്ധനായി, നിർലീനനായി, സിദ്ധനായി കഴിയുക. ഏകാദശ സ്കന്ധം അധ്യായം 25 ഭഗവത്ഗീത അധ്യായം 14 പാരായണം ചെയ്യുക. ശ്ലോകം 2. ത്വയ്യേവന്യസ്തചിത്ത സുഖമയി വിചരൻ സർവചേഷ്ടാസ്വദർത്ഥം ത്വദ്ഭക്തൈ സേവ്യമാനാൻ അപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വബിജസമമതിർമുച്യമാനാവമാന സ്പർദ്ധാസൂയാദിദോഷ സതതമഖിലഭൂതേഷു സംഭൂജയേ ത്വാം. ത്വയ്യേവ അങ്ങയിൽ തന്നെ, ന്യസ്തചിത്ത മനസ്സുറപ്പിച്ചവനായി, സുഖം ആയി ഹേ ഭഗവാനെ സുഖമായിട്ട്, വിചരൻ സഞ്ചരിക്കുന്നവനായി, സർവചേഷ്ട ത്വദ് അർത്ഥം എല്ലാ ചേഷ്ടകളും എല്ലാ ചെയ്തികളും അങ്ങയിൽ അർപ്പിച്ചിട്ട്, ത്വദ്ഭക്തൈ അങ്ങയുടെ ഭക്തന്മാരാൽ, സേവ്യമാനാൻ അഭി സേവിച്ചു വരുന്നവയും കൂടി, ചരിതചരാൻ പണ്ട് സഞ്ചരിക്കപ്പെട്ടവരും ആയ, ആശ്രയൻ പുണ്യദേശാൻ പുണ്യദേശങ്ങളെ ആശ്രയിക്കുന്നവരും ആയി, ദസ്സോ കൊള്ളക്കാരിലും, വിപ്രേ മൃഗ ആദിഷു അഭി വിപ്രന്മാരിലും മൃഗം ആദിയിലും കൂടി, ച സമമതിർ സമഭാവത്തോടെയും സമചിത്തതയോടെയും സമഭാവനയോടെയും, മുജ്യ മാന അവമാന മാനം അവമാനം ഇവയെ ഉപേക്ഷിച്ച്, സ്പർദ്ധ അസൂയ ആദിദോഷ സ്പർദ്ധ അസൂയ ആദിയായ ദോഷങ്ങളും, സതതം എല്ലായ്പ്പോഴും, അഖില ഭൂതേഷു സകല ജീവജാലങ്ങളിലും, സംപൂജയേ ത്വം അങ്ങയെ തന്നെ പൂജിച്ചുകൊള്ളാം. ശ്ലോകാർത്ഥം. അലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച് സഞ്ചരിക്കുന്നവനായി, എല്ലാ ചേഷ്ടകളും അങ്ങേക്കായി അർപ്പിച്ചുകൊണ്ട്, അങ്ങയുടെ ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവയും പണ്ട് സേവിക്കപ്പെട്ടവയുമായ പുണ്യദേശങ്ങളെ ആശ്രയിച്ച്, കൊള്ളക്കാരനിലും വിപ്രനിലും മൃഗാദികളിലും സമഭാവന ഉള്ളവനായി, മാനാവമാനങ്ങളും സ്പർദ്ധ അസൂയ എന്നിവ ഉപേക്ഷിച്ച്, സർവഭൂതങ്ങളിലും എപ്പോഴും ഭഗവാനെ തന്നെ പൂജിച്ചുകൊള്ളാം. ഗുണത്രയങ്ങൾക്ക് അതീതനായി ഒരു സിദ്ധനായി തീർന്ന് സർവം ബ്രഹ്മമയം എന്ന് സങ്കല്പിച്ച്, മാനാവമാന സ്പർദ്ധ അസൂയാദി ദോഷങ്ങളാൽ അഭേദ്യനായി സഞ്ചരിച്ചേക്കാം എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ ഭഗവത് സമർപ്പണ ഭാവം. ശ്ലോകം 3. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരദിന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവൻ ഐകാത്മ്യബോധേ ഛടിതി വികസതി ത്വന്മയോഹം ചരേയം ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശക തസ്മാ സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ത്വദ്ഭാവോ യാവത് യേഷു ദസ്യു വിപ്രാതി ഭാവങ്ങളിലെല്ലാം, കൊള്ളക്കാരനിലും ബ്രാഹ്മണനിലും ഒരേപോലെ,
സ്ഫുരതിന വിശദം വിശദമായി പ്രകാശിക്കാത്തിടത്തോളം താവത് ഏവം ഹി അതുവരെ ഇപ്രകാരം തന്നെ ഉപാസ്തി കുർവൻ ഉപാസനയെ ചെയ്യുന്നവനായി ഐക്യാത്മ്യബോധേ ആത്മാവ് ഏകമാണെന്ന ബോധം ജഡിതി വികസതി വേഗത്തിൽ വികസിക്കുമ്പോൾ ത്വന്മയ അഹം ചരേയ ഭഗവത്മയനായി തന്നെ ഞാൻ ചരിച്ചേക്കാം. ത്വദ്ധർമ്മസ്യാസ്യ അങ്ങയുടെ ഈ ഭഗവത് ധർമ്മത്തിന് താവത് അതുവരെ അവസാനം വരെ കിം അഭിന ഭഗവാൻ ഹേ ഭഗവാനെ ഒട്ടും തന്നെ ഉണ്ടാകുകയില്ല. പ്രസ്തുതസ്യ പ്രണാശഃ തുടങ്ങിയാൽ പിന്നെ നാശം. തസ്മാത് അതിനാൽ സർവാത്മന ഏവ എല്ലാ പ്രകാരത്തിലും പൂർണമായും പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം മനസ്സിനിണങ്ങിയ ഭക്തിമാർഗത്തെ ഹേ വിഭുവേ ശ്രീ ഗുരുവായൂരപ്പ എനിക്ക് തന്നരുളയണമേ. ശ്ലോകാർത്ഥം. അല്ലയോ സർവശക്തനായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങനെ ഈ ദസ്യുവിപ്രാദികളിലെല്ലാം അവിടുന്ന് തന്നെ ആത്മാവ് എന്ന ഭാവം വിശദമായി പ്രകാശിക്കാത്തിടത്തോളം ഇങ്ങനെ ഉപാസന ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. പിന്നെ ആത്മാവ് ഏകമാണെന്ന ബോധം വേഗത്തിൽ വികസിക്കുമ്പോൾ ഭഗവത്മയനായി ഞാൻ ചരിച്ചുകൊള്ളാം. അങ്ങയുടെ ഭഗവത് ധർമ്മത്തിന് തുടങ്ങിവെച്ചാൽ പിന്നെ അവസാനം വരെ നാശമുണ്ടാകുകയില്ല. ആകയാൽ സർവേശ്വര മനോജ്ഞകമായ ആ ഭക്തിമാർഗത്തെ എനിക്ക് തന്ന് അരുളുമാറാകണേ. ശ്ലോകം 4. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുർദിഷ്ട്യാ തത്രാഭിസേവ്യം തവ ചരണമഖോ ഭേഷജായേവ ദുഗ്ധം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണഗനിഗദിതദ്വാദശാബ്ദായുരുച്ഛൈഃ സേവിത്വാ വത്സരം ത്വാം തവ പടനിവഹൈ ദ്രാവയാമാസ മൃത്യം. തം ചൈനം ഭക്തിയോഗം തം ച ഏനം ഭക്തിയോഗം അങ്ങനെയുള്ള ഈ ഭക്തിയോഗം ദൃഢയിതും ഉറപ്പിക്കാൻ അയി ഹേ ഭഗവാനെ മേ എനിക്ക് സാധ്യം ആരോഗ്യമായോർ ആരോഗ്യവും ആയുസ്സും സാധ്യമാക്കി തരേണമേ. ദിഷ്ട്യ ഭാഗ്യം കൊണ്ട് തത്രാഭിസേവ്യം അതിലും സേവിക്കപ്പെടേണ്ടത് തവ ചരണമഹോ ആശ്ചര്യം അങ്ങയുടെ തൃപ്പാദത്തെയാണ് സേവിക്കേണ്ടത്. ഭേഷജായേവ ദുഗ്ധം രോഗം മാറാൻ മരുന്നായി പാല് കുടിക്കുന്നത് പോലെ തന്നെ അതും. മാർക്കണ്ഡേയോ ഹി പൂർവം പണ്ട് മാർക്കണ്ഡേയ മുനിയാകട്ടെ ഗണക നിഗദിത ഗണകനാൽ ജോസിനാൽ ഗണിക്കപ്പെട്ടിട്ട് പ്രവചിക്കപ്പെട്ടിട്ട് ദ്വാദശ അബ്ദ ആയുർ 12 വയസ്സുവരെയേ ആയുസുള്ളൂ എന്ന് ഉച്ചൈ സേവിത്വാ വത്സരം ത്വാം ശ്രേഷ്ഠമായി 1 വർഷം അങ്ങയെ സേവിച്ചിട്ട് തവ ബട നിവഹൈർ അങ്ങയുടെ ബടന്മാരെ കൊണ്ട് ദ്രാവയാമാസ മൃത്യും മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞുവല്ലോ. ശ്ലോകാർത്ഥം. അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങനെ ഒക്കെയുള്ള ഭക്തിയോഗത്തെ ദൃഢമാക്കുന്നതിന് എനിക്ക് ആയുസ്സും ആരോഗ്യവും സാധിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യത്തിന്റെയും ആയുസ്സിന്റെയും കാര്യത്തിലും ഭാഗ്യം കൊണ്ട് മരുന്നിനായി പാല് എന്ന പോലെ സേവിക്കപ്പെടേണ്ടത് ആശ്ചര്യമായിട്ടും അങ്ങയുടെ തൃപ്പാദങ്ങളെ തന്നെയാണ്. പണ്ട് 12 വയസ്സുവരെ മാത്രമേ ആയുസുള്ളൂ എന്ന് ഗണകൻ പറഞ്ഞ മാർക്കണ്ഡേയ മുനി 1 വത്സരം ഭഗവാനെ സേവിച്ചിട്ട് മൃത്യുവിനെ അങ്ങയുടെ ബടനിവഹത്താൽ ഓടിച്ചു കളഞ്ഞു. മാർക്കണ്ഡേയ മുനി ഭഗവാനെ ഭജനമിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് മുക്തിപ്രദനായ നാവാമുകുന്ദന്റെ ക്ഷേത്രത്തിലായിരുന്നു എന്ന് ഐതിഹ്യം. 12 വയസ്സ് തികഞ്ഞ ആ ദിനം യമഭടന്മാരെത്തി നാവാമുകുന്ദപ്പൻ മാർക്കണ്ഡേയനോട്
തൃപ്പങ്ങോട് ശിവനെ അഭയം പ്രാപിച്ചോളാൻ നിർദ്ദേശിച്ച് ക്ഷേത്രമാളികയുടെ പടിഞ്ഞാറേ ജാലകം തുറന്നിട്ടു. മാർക്കണ്ഡേയൻ അതുവഴി തൃപ്പങ്ങോട്ടേക്ക് പാഞ്ഞു. വഴിയിലുണ്ടായിരുന്ന ഒരു ആൽവൃക്ഷം നെടുകെ പിളർന്ന് വഴിയൊരുക്കി എന്നും തൃപ്പങ്കോട്ടപ്പനെ ഓടി ശരണം പ്രാപിച്ചു എന്നുമാണ് ഐതിഹ്യം. ഭക്തവത്സലനും മൃത്യുഞ്ജയനുമായ തൃപ്പങ്ങോട്ട് ശ്രീ പരമേശ്വരൻ മുന്നോട്ട് വന്ന് കാലദൂതനെ വധിച്ചു എന്നും മാർക്കണ്ഡേയനെ രക്ഷിച്ചു എന്നുമാണ് കഥ. കാലകേയനെ വധിച്ച് ശൂലം കഴുകിയ കുളം ഇപ്പോഴും തൃപ്പങ്കോട്ട് ക്ഷേത്ര പരിസരത്ത് ഉണ്ട്. ആശ്രിത വത്സലനായ തൃപ്പങ്കോട്ടപ്പനെ തൊഴുത് വരം സാധ്യമാക്കുക. ശ്ലോകം 5. മാർക്കണ്ഡേയശ്ചിരായു സഖലു പുനരഭി ത്വത്പര പുഷ്പഭദ്രാതീരേ നിന്യേ തപസ്യൻ അതുല സുഖരതി ഷഡ്തുമന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുത്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മപ്ലുഷ്യമാണൈർ നതു പുനരശക ത്വജ്ജനം നിർജയേത്ക. മാർക്കണ്ഡേയ ചിരായു സഖലു. പിന്നെ ചിരായുഷ്മാനായി തീർന്ന ആ മാർക്കണ്ഡേയനാകട്ടെ പുനരഭി വീണ്ടും ത്വത്പര അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച് പുഷ്പഭദ്രാതീരെ പുഷ്പഭദ്രാതീരത്ത് നിന്നെ തപസ്യൻ തപസ് അനുഷ്ഠിക്കുന്നവനായി അതുല സുഖരതിം അതുല്യ സുഖത്തിൽ ബ്രഹ്മാനന്ദത്തിൽ രതിയുള്ളവനായി ഷഡ്തുമന്വന്തരാണി 6 മന്വന്തരകാലം തപസ് ചെയ്തു. ദേവേന്ദ്ര സപ്തമ ത്വം 7ാമത്തെ ദേവേന്ദ്രൻ ആ മാർക്കണ്ഡേയനെ സുരയുവതി മരുത് മന്മഥൈർ സ്വർഗാംഗനമാർ മരുത്ത് മന്മഥൻ എന്നിവരാൽ മോഹയിക്ഷ്യൻ മോഹിപ്പിച്ചപ്പോൾ യോഗ ഊഷ്മ പ്ലുക്ഷ്യമാണേ യോഗത്തിന്റെ ഊഷ്മാവ് കൊണ്ട് ദഹിപ്പിക്കപ്പെട്ടവരായി അതു പുനരശഖത് പിന്നെ ഒട്ടും തന്നെ ശക്തരായില്ല. ത്വജ്ജനം അങ്ങയുടെ ഭക്തരെ നിർജയേത്ഖ ജയിക്കാൻ ആരാണുള്ളത്? ചിരായുസായ ആ മാർക്കണ്ഡേയൻ ആകട്ടെ വീണ്ടും അതുല്യമായ ബ്രഹ്മാനന്ദ സുഖത്തിൽ രതിയുള്ളവനായി പുഷ്പഭദ്രാനദിയുടെ തീരത്ത് തപസ് ചെയ്ത് 6 മന്വന്തരങ്ങൾ കഴിച്ചുകൂട്ടി. 7ാമത്തെ ദേവേന്ദ്രൻ ആ മാർക്കണ്ഡേയ മുനിയെ ദേവസ്ത്രീകൾ മരുത് മന്മഥൻ എന്നിവരാൽ മോഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മുനിയുടെ യോഗോഷ്മാവിനാൽ ദഹിക്കപ്പെടുന്നവരായി അവർക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങയുടെ ഭക്തജനത്തിനെ ആർക്കു തന്നെ ജയിക്കാൻ കഴിയും? മൃഗണ്ടു മുനിയുടെയും പത്നി മരുദ്വതിയുടെയും പുത്രനാണത്രേ മാർക്കണ്ഡേയ മുനി. നാവാമുകുന്ദപ്പനെയും തൃപ്പങ്കോട്ടപ്പനെയും പ്രീതിപ്പെടുത്തി അദ്ദേഹം അകാല മൃത്യുവിനെ ജയിച്ചു. പിന്നെ 6 മന്വന്തരങ്ങൾ ബ്രഹ്മാനന്ദ സുഖമനുഭവിച്ച് മാർക്കണ്ഡേയ മുനി കഴിഞ്ഞു അത്രേ. സായംഭൂവം, സാരോജിഷം, ഔത്തമം, താമസം, രൈവതം, ചാക്ഷുഷം എന്നിയും 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരമായ വൈവസ്വതത്തിലെ കഥയാണ് ഇവിടെ ആഖ്യാനം ചെയ്യുന്നത്. ശ്ലോകം 6. പ്രീത്യാ നാരായണാജ്ഞക ത്വമധ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാന സദു വിവിധവരൈർലോഭിതോ നാനുമേനേ ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോദ്ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞഃ തദഭിമൃഗയതേ നൂനമാശ്ചര്യകേതോഃ. പ്രീത്യാ പ്രീതിയോടെ നാരായണ ആഖ്യ ത്വം അഥ നാരായണൻ എന്നു പേരുള്ള അങ്ങ് പിന്നെ നരസഖ നരൻ എന്ന സഖാവിനോടുകൂടി പ്രാപ്തവാൻ അസ്യ പാർശ്വം ഈ മുനിയുടെ സമീപത്ത് എത്തി. തുഷ്ട്യ സന്തോഷത്തോടുകൂടി തുഷ്ടൂയമാന സ്തുതിക്കുന്നവനായി
സതു വിവിധവരൈർ, ആ മഹർഷിയാകട്ടെ അവരുടെ വിവിധ വരങ്ങളാൽ ലോഭിതോ, പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടും ന അനുമേനെ, കൂട്ടാക്കിയില്ല, അനുനയപ്പെട്ടില്ല. ദ്രഷ്ടും മായ ത്വദീയാം, അങ്ങയുടെ മായയെ ദർശിക്കാൻ. ഖില പുനർ അവർണോത്, പിന്നെ വരം വരിച്ചുവത്രേ. ഭക്തി തൃപ്ത ആന്തരാത്മാ, ഭക്തി കൊണ്ട് മാത്രം തൃപ്തമാകുന്ന ആന്തരാത്മാവോട് കൂടിയ ആ മുനി മായാ ദുഃഖാൻ, മായാ ദുഃഖത്തെ, അഭിജ്ഞ തത് അഭി, അറിയാത്ത ആൾ അതിനെയും, മൃഗയതേ നൂനം, തീർച്ചയായും അന്വേഷിക്കുന്നു, ആശ്ചര്യഹേതോ, ആശ്ചര്യാനുഭവത്തിനായി. ശ്ലോകാർത്ഥം. പിന്നെ നാരായണനായ ഭഗവാൻ തന്നെ സഖാവായ നരനോടുകൂടി വളരെ പ്രീതനായി ഈ മുനിയുടെ സമീപമെത്തി. ആ മുനി വളരെ സന്തോഷത്തോടെ അവരെ സ്തുതിച്ചു. പലതരത്തിലുള്ള വരങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടും അതിലൊന്നിലും മാർക്കണ്ഡേയ മുനി അനുനയിക്കപ്പെട്ടില്ല. ഭക്തി കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ആന്തരാത്മാവോടുകൂടിയ അദ്ദേഹം ഭഗവാന്റെ മായയെ ദർശിക്കുന്നതിനുള്ള വരം വരിച്ചു അത്രേ. മായാദുഃഖം അറിഞ്ഞിട്ടില്ലാത്ത ആൾ ആശ്ചര്യാനുഭവത്തിനായി അതിനെയും തേടുന്നു. ശ്ലോകം 7. യാതേ ത്വയ്യാശുവാദാകുലജലദഗളത് തോയപൂർണാതിഘൂർണ സപ്താർണോ രാശിമഗ്നേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടിഃ ദീനപ്രൈക്ഷിഷ്ടദൂരേ പടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജന്യസ്തപാദാംഗുലീകം. യാതേ തുയ് ആശു, അങ്ങ് ഭഗവാൻ നരനാരായണന്മാർ വേഗത്തിൽ പോയപ്പോൾ വാധ ആകുല ജലധ, കാറ്റടിച്ച് ഇളകുന്ന കാർമേഘങ്ങളിൽ നിന്ന് ഗളദ് തോയപൂർണഃ, നിർഗളിക്കുന്ന ചൊരിയുന്ന ജലം കൊണ്ട് നിറഞ്ഞ അതിഗൂർണത്, അതിഗംഭീരമായി സപ്ത അർണോരാശിം, 7 സമുദ്രങ്ങളിലും മഗ്നേ ജഗതി സതുജലേ, ആ ജലത്തിൽ ലോകം മുഴുവൻ മുങ്ങിയപ്പോൾ സംഭ്രമൻ വർഷകോടി, അനേക കോടി വർഷങ്ങൾ ചുറ്റിത്തിരിയുന്നവനായി ദീന, അങ്ങനെ ദീനനായിരിക്കെ പ്രൈശിഷ്ട ദർശിച്ചു. ദൂരെ വടതളശയനം, ദൂരെ ആലിലയിൽ ശയിക്കുന്ന കഞ്ചിത് ആശ്ചര്യബാലം, വർണ്ണിക്കാനാകാത്ത വിധം ആശ്ചര്യകരമായി ഒരു ബാലനെ. ത്വാം ഏവ, ഭഗവാൻ തന്നെയായ ശ്യാമളാംഗം, ശ്യാമളവർണ്ണ ശരീരനായി വദന സരസിജ, മുഖാരവിന്ദത്തിൽ ന്യസ്ത പാദാംഗുലീകം, വെക്കപ്പെട്ട കാൽവിരലോടുകൂടി. ശ്ലോകാർത്ഥം. ഭഗവാൻ നരനാരായണന്മാർ പോയ ഉടനെ പെട്ടെന്ന് കാറ്റടിച്ചിളകുന്ന മേഘങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ജലം കൊണ്ട് കലങ്ങിമറിഞ്ഞ സപ്താർണവങ്ങളിൽ ലോകമാകെ ആണ്ടു മുങ്ങിപ്പോയി. ആ മാർക്കണ്ഡേയ മുനിയാകട്ടെ ആ പ്രളയജലത്തിൽ കിടന്ന് അനേക കോടി വർഷക്കാലം ദീനനായി കുഴങ്ങി. പിന്നെ വളരെ ദൂരെ പേരാലിലയിൽ കാലിന്റെ പെരുവിരൽ മുഖാരവിന്ദത്തിൽ ചേർത്ത് ശ്യാമളാംഗനായി ശയിക്കുന്ന ആ അത്ഭുതബാലനായ അങ്ങയെ ദർശിച്ചു. 6ാമത്തെ മന്വന്തരത്തിന്റെ അന്ത്യത്തിലാണല്ലോ നൈമിത്തിക പ്രളയമുണ്ടായതും വേദങ്ങളെ ഉദ്ധരിക്കാൻ ഭഗവാൻ മത്സ്യമായി അവതരിച്ചതും. ദശകം 32 ഈ കഥാവർണ്ണന ഒന്ന് പരിശോധിക്കുക. ശ്ലോകം 8. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗതസ്പൃഷ്ടു മുനീന്ദ്രഃ ശ്വാസേനാന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം ഭൂയോ വിശ്വാസവാദൈർ ബഹിരനുപതിതോ വീക്ഷിതസ്ത്വത്കടാക്ഷൈഃ
മോദാദാശ്ലേഷ്ടു കാമ സ്തുയിപിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വതാസീത്. ദൃഷ്ട്വാ ത്വാം അങ്ങയെ ആലിലയിൽ കണ്ടിട്ട് ഹൃഷ്ടരോമ രോമഹർഷത്തോടുകൂടി ആനന്ദ പുളകിതനായി തുരിതം ഉപഗതഃ വേഗത്തിൽ അടുത്തു ചെന്നു. സ്പൃഷ്ടുകാമോ മുനീന്ദ്ര ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നവനായി ആ മുനീന്ദ്രൻ ശ്വാസേന അന്തർനിവിഷ്ട ശ്വാസവായുരുടെ അകത്ത് കടന്ന് പുനർ ഇഹ സകലം ദൃഷ്ടവാൻ വിഷ്ടഭ ഔഘം എല്ലാ ലോക സമൂഹങ്ങളെയും ഇവിടെ ദർശിച്ചു. ഭഗവാന്റെ ആന്തരാളത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദർശിച്ചു. ഭൂയോ അഭി പിന്നെ വീണ്ടും ശ്വാസവാതയർ ഉച്ഛ്വാസവാദത്തോടുകൂടി ബഹിർ അനുപതിതോ പുറത്തേക്ക് പതിക്കപ്പെട്ടവനായി വീക്ഷിത ത്വത്കടാക്ഷേ ഭഗവാന്റെ കടാക്ഷങ്ങളാൽ വീക്ഷിക്കപ്പെട്ടിട്ട് മോദാത് ആശ്ലേഷ്ടുകാമ സന്തോഷാധിക്യത്തിൽ പുണരാൻ ആഗ്രഹിച്ചപ്പോൾ ആ അത്ഭുത ബാലനെ ആശ്ലേഷിക്കാൻ തുനിഞ്ഞപ്പോൾ തൊയ് പിഹിതനൗ അങ്ങ് ശരീരം മറച്ചു കളഞ്ഞു അപ്രത്യക്ഷനായി സ്വ ആശ്രമേ പ്രാഗ്വദാസീത് തന്റെ ആശ്രമത്തിൽ മുമ്പിലത്തെ പോലെ തന്നെ ആ മുനി ആയുഭവിച്ചു. ശ്ലോകാർത്ഥം മാർക്കണ്ഡേയ മുനി ആലിലയിൽ ശയിക്കുന്ന സർവാംഗസുന്ദരനായ ബാലനെ കണ്ടിട്ട് ആനന്ദ പുളകിതനായി വേഗത്തിൽ അടുത്തു ചെന്നു. ആ മായാശിശുവിന്റെ ശ്വാസവായുവിലൂടെ ഭഗവാന്റെ അന്തർഭാഗത്തേക്ക് കടന്നു. അവിടെ സർവലോകങ്ങളെയും ദർശിച്ചു. പിന്നെ ഉച്ഛ്വാസവായുവിലൂടെ പുറത്തേക്ക് പതിക്കപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടികടാക്ഷത്താൽ വീക്ഷിക്കപ്പെട്ട് സന്തോഷാധിക്യം കൊണ്ട് പുണരാൻ ആഗ്രഹിക്കവേ ആ അത്ഭുത ശിശു സ്വശരീരത്തെ മറച്ചു കളഞ്ഞു. അപ്പോൾ ആ മുനി മുമ്പിലത്തെ പോലെ സ്വ ആശ്രമത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി ഭവിച്ചു. ശ്ലോകം 9. ഗൗര്യാ സാർദ്ധം തദഗ്രേ പുരഭിദധഗദക ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥി സിദ്ധാനേവാസ്യ ദത്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോ ഭൂത് ഏവം ത്വത്സേവയൈവ സ്മരരിപുരഭി സംപ്രീയതേ യേന തസ്മാത് മൂർത്തിത്രയാത്മകസ്തം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. ഗൗര്യാ സാർദ്ധം ഗൗരിയോടുകൂടി തദഗ്രേ ആ മഹർഷിക്ക് മുന്നിൽ പുരഭിത് അധഗത ത്രിപുരാന്തകനായ ശ്രീ പരമേശ്വരൻ അനന്തരം അവിടെ ചെന്നു. ത്വത്പ്രിയ ഭഗവത് പ്രിയനായ മാർക്കണ്ഡേയ മുനിയുടെ പ്രേക്ഷണാർത്ഥി പ്രേക്ഷണത്തിൽ തൽപരനായിട്ട് ദർശനത്തെ അർത്ഥിക്കുന്നവനായി സിദ്ധാൻ ഏവ അസ്യ സിദ്ധികളെല്ലാം കൈവന്ന ആ മുനിക്ക് ദത്വാ സ്വയം അയം സ്വയമായി ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹം പരമശിവൻ കൊടുത്തിട്ട് അജര അമൃത്യുത ആതിർ ജര മൃത്യു ഇവയില്ലാത്ത അവസ്ഥയെ ഗത അഭൂത് ഗതവാനായി ഭവിച്ചു പോയി മറഞ്ഞു. ഏവം ഇങ്ങനെ ഇപ്രകാരം ത്വത്സേവയ ഏവ അങ്ങയുടെ സേവനം മൂലം മാത്രമേ സ്മരരിഭു അഭി ആ കാമവൈരിയായ പരമേശ്വരൻ പോലും സംപ്രീയതേ സംപ്രീതനാകുന്നുള്ളൂ. യേന തസ്മാത് അതിനാൽ മൂർത്തിത്രയാത്മകം ത്വം ത്രിമൂർത്തികളിൽ 3 പേരും ആത്മസ്വരൂപനായ അങ്ങയെ നനു സകല നിയന്തേതി സുവ്യക്തം ആസീത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും ആണെന്ന് സുവ്യക്തമായി ഭവിച്ചുവല്ലോ. ശ്ലോകാർത്ഥം അനന്തരം ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടൊത്ത് ഭഗവാൻ പ്രിയനായ മാർക്കണ്ഡേയ മുനിയെ ദർശിക്കാനായി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നു. സകല സിദ്ധികളും കൈവന്നിരുന്ന ആ മുനിക്ക് ആവശ്യപ്പെടാതെ തന്നെ
ജര മൃത്യു ഇവയില്ലാത്ത അവസ്ഥയെ കൊടുത്തിട്ട് ശ്രീ പരമേശ്വരൻ മടങ്ങിപ്പോയി. ഇങ്ങനെ അങ്ങയെ സേവിക്കുന്നവരിൽ കാമവൈരിയായ ശ്രീ പരമേശ്വരൻ പോലും സംപ്രീതനാകുന്നു. അക്കാരണത്താൽ അങ്ങ് ഭഗവാനെ ത്രിമൂർത്തി സ്വരൂപനും സകല നിയന്താതാവുമാണെന്ന് സുവ്യക്തമായി ഭവിച്ചുവല്ലോ. ഭാഗവതം 12 സ്കന്ധം അധ്യായം 8-9 ഇവ പാരായണം ചെയ്യുക. ശ്ലോകം 10. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിത് മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തു മായാ വികൃതിവിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ തത്ര ത്വം കാരണാംഭസ്യ വിപശുബകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിദ് ബ്രഹ്മദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ത്രംശേ അസ്മിൻ സത്യലോകേ 3 അംശങ്ങളുള്ള ഈ സത്യലോകത്ത് വിധി ഹരിപുരഭേദ് മന്ദിരാണി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവയുടെ ഗ്രഹങ്ങൾ ഊർധ്വം 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 മേലെ മേലെയായി തേഭ്യ അഭി ഊർധ്വം അവയ്ക്കും മേലെയായി തു മായാ വികൃതി വിരഹിതോ മായയുടെ വികൃതിരഹിതമായി ഭാതി വൈകുണ്ഠലോകം വൈകുണ്ഠലോകം പ്രകാശിക്കുന്നു. തത്ര അവിടെ ത്വം കാരണ അംബസ്യ അങ്ങ് കാരണജലത്തിലും അഭി പശുപകുലേ പിന്നെ ഗോകുലത്തിലും ശുദ്ധ സത് ഏകരൂപി ശുദ്ധ സത്വത്തിന്റെ ഏകസ്വരൂപമായും സച്ചിത് ബ്രഹ്മ അദ്വയാത്മാ സച്ചിത് ബ്രഹ്മാനന്ദത്തിൽ നിന്ന് അദ്വയാത്മാവായും പവനപുരപതേ ശ്രീ ഗുരുവായൂരപ്പ പാഹിമാം സർവരോഗാത് സർവരോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. 3 ഭാഗങ്ങളുള്ള ഈ സത്യലോകത്തിൽ മേലെ മേലെ ആയി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇവരുടെ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മായാവികാരങ്ങളില്ലാത്ത അങ്ങയുടെ ഈ വൈകുണ്ഠലോകമാകട്ടെ അവയ്ക്കും മുകളിലാണ്. അവിടെ കാരണജലത്തിലും ഇവിടെ ഗോകുലത്തിലും അങ്ങ് ശുദ്ധ സത്വരൂപി ആയും സച്ചിദാനന്ദരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്ന രൂപിയായും ശോഭിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ സർവരോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്.